ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്ജി വാലറ്റ്. സോ ഫിസിക്സ് പരീക്ഷയ്ക്ക് വേണ്ടി 3 വീഡിയോസ് ഞാനിപ്പോൾ ഓൾറെഡി ചെയ്തു. ഇതിൽ 3ലും ഷുവർ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഉള്ളത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. ഇപ്പോൾ ഒന്നും പഠിച്ചിട്ടില്ല അല്ലെങ്കിൽ പല സെക്ഷൻസും പ്രോപ്പറായിട്ട് അറിയില്ല എന്നുണ്ടെങ്കിലും ഞാൻ ഇടുന്ന വീഡിയോസ് കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്, ഒപ്പം ഫോളോ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. കാരണം ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇടുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന കുറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 മാർക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കുറെ 3 മാർക്കിന്റെ ചോദ്യങ്ങൾ നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കും. അപ്പൊ നമുക്കത് ഏതൊക്കെയാ നോക്കാം. ഇനി പറയാനുള്ളത്, ഞാൻ ഇട്ട വീഡിയോസ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, നമ്മൾ ഇനിയും വീഡിയോസ് ഇടുന്നുണ്ട്. ഇനി 1 മാർക്ക് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ വരുന്നുണ്ട്, ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ വരുന്നുണ്ട്, പിന്നെ എളുപ്പമുള്ള കുറച്ച് ചോദ്യങ്ങൾ ഉത്തരങ്ങളുള്ള വീഡിയോ വരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് വേഗം വേഗം കിട്ടണമെന്നുണ്ടെങ്കിലും ഇനി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരണമെന്നില്ല. ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് അറിയാൻ പറ്റണമെന്നില്ല. കാരണം ഓൾറെഡി നമ്മൾ 3 വീഡിയോസ് ഇട്ടു, ഇത് 4ാമത്തെ വീഡിയോ ആണ് ഇന്ന്. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടില്ല. അപ്പൊ ഞാൻ ഇടുന്ന വീഡിയോസ് വേഗം കിട്ടാൻ വേണ്ടി, അതുപോലെ ഇതേപോലത്തെ ഷുവർ ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളും വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഞാൻ എഡ്ജി വാലറ്റിന്റെ വാട്സപ്പ് ചാനൽ ലിങ്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ വാട്സപ്പ് ചാനലിലെ ലിങ്ക് ആണത്. അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നേരെ അതിലേക്ക് ജോയിൻ ചെയ്തോളൂ. അവിടെ ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകളൊക്കെ ഉണ്ട്. അതിലിട്ട വീഡിയോസ് മാത്രം പഠിച്ചാൽ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അപ്പൊ എല്ലാവരും കമന്റ് ബോക്സിൽ പറയാ നമ്മുടെ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആണോ, നിങ്ങൾ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ആണോ, എങ്ങനെയുണ്ട് നമ്മുടെ ക്ലാസ്സുകൾ എന്നൊക്കെയുള്ള കമന്റ് ബോക്സിൽ പറഞ്ഞോളൂ. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കടക്കാം. എക്സ്പ്ലെയിൻ ദ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ഇലക്ട്രിക് ചാർജ്. 3 മാർക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക് ചാർജിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ്? ഒന്ന്, അൺലൈക്ക് ചാർജുകൾ അട്രാക്ട് ചെയ്യും. അൺലൈക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലൈക്ക് എന്ന് പറഞ്ഞാൽ പോലെ. ഇപ്പൊ അൺലൈക്ക് എന്ന് പറഞ്ഞാൽ ഒരുപോലെ അല്ല. ഇപ്പൊ പോസിറ്റീവും ഒരു നെഗറ്റീവ് ചാർജും. സോ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജും അൺലൈക്ക് ചാർജുകൾ തമ്മിൽ അട്രാക്ഷൻ ആണ്. ലൈക്ക് ചാർജുകൾ തമ്മിൽ, ഒരേപോലത്തെ ചാർജുകൾ തമ്മിൽ റിപ്പൽഷൻ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ. എളുപ്പമാണല്ലോ. അൺലൈക്ക് ചാർജുകൾ അട്രാക്ട്, ലൈക്ക് ചാർജ് റിപ്പൽ. ചാർജ് ഈസ് കൺസേർവ്ഡ്. ചാർജ് ക്യാൻ നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയ്. ചാർജുകൾ നമുക്ക് പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്യാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഇലക്ട്രിക് ചാർജ് ക്വാണ്ടൈസ്ഡ് ആണ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ ചാർജ് കാണണമെങ്കിൽ +or-n × E ചെയ്യണം. ഇതിനെ വിളിക്കുന്ന പേരാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അതായത് ചാർജ് ഓൺ എനി ബോഡി, ഏതെങ്കിലും ഒരു ബോഡിയുടെ ചാർജ് കാണണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞാൽ n, ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ഇലക്ട്രോണിക് ചാർജ്, ഇലക്ട്രോൺസിന്റെ ചാർജ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അപ്പൊ 10 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ 10 × ഇലക്ട്രോണിന്റെ ചാർജ് ചെയ്താൽ മതി. അപ്പൊ ഇതാണ് ക്വാണ്ടിസേഷൻ ഓഫ് ഇലക്ട്രിക് ചാർജ്. അടുത്തത് അഡിറ്റിവിറ്റി ഓഫ് ചാർജ് ആണ്. നമുക്ക് ടോട്ടൽ ചാർജ് കാണുന്നുണ്ടെങ്കിൽ എല്ലാ ചാർജുകളെയും കൂടി കൂട്ടാം എന്നുള്ളതാണ് അഡിറ്റിവിറ്റി ഓഫ് ചാർജ്. ഇതാണ് 4 ഇലക്ട്രിക് ചാർജുകളുടെ പ്രോപ്പർട്ടി. കൺസേർവ്ഡ് ആണ്, ക്വാണ്ടൈസ്ഡ് ആണ്, അഡിറ്റിവിറ്റി ഉണ്ട്, അട്രാക്റ്റും റിപ്പലും. ഓർത്തു വെക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. അടുത്ത ചോദ്യം ഇതാണ്. സ്റ്റേറ്റ് ബയോ-സാവർട്ട് ലോ. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് പറയാം. കുറെ തവണകളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന ചോദ്യമാണ് സ്റ്റേറ്റ് ബയോ-സാവർട്ട് ലോ. ബയോ-സാവർട്ട് ലോ സ്റ്റേറ്റ് ചെയ്യാൻ പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ദെൻ ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ആക്സിസ് ഓഫ് സർക്കുലർ കറന്റ് ലൂപ്പ്. ഇത് 3 മാർക്ക്, ഇത് 1 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ ആദ്യം ബയോ-സാവർട്ട് ലോ എന്താ നോക്കാം, എന്നിട്ട് നമുക്ക് ഈ ഡെറിവേഷനിലേക്ക് കടക്കാം. ബയോ-സാവർട്ട് ലോ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ, ഇപ്പൊ ഞാൻ ഒരു കറന്റ് ഒഴുകുന്ന ഒരു എലമെന്റ് എടുത്തു. ഇതാണ് കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ. കറന്റ് ഒഴുകുന്ന ഒരു കണ്ടക്ടർ ആണിത്. ഇതിൽ ഞാൻ ചെറിയൊരു പീസ് എടുത്തു, കറന്റ് എലമെന്റ് എന്ന് പറയാം, DL. അപ്പൊ DL എന്ന് പറഞ്ഞാൽ എന്താ? ഒരു കറന്റ് എലമെന്റ് എടുത്തു, ചെറിയൊരു ഭാഗം, കറന്റ് ഒഴുകുന്ന ചെറിയൊരു ഭാഗം എടുത്തു. അതിൽ കൂടെ ഒഴുകുന്ന കറന്റ് I എന്ന് പറഞ്ഞ കറന്റ് ആണ്. ഇവിടുന്ന് ഒരു R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുത്തു, P. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ഉണ്ടാവുക. കാരണം നമ്മൾ ചെറിയൊരു ഭാഗം എടുത്തിട്ടുള്ളൂ. എ സ്മോൾ കറന്റ് എലമെന്റ്, ചെറിയൊരു ലെങ്ത് എടുത്തു, അവിടെ I കറന്റ് ഉണ്ട്. ഇവർ തമ്മിലുള്ള ആംഗിൾ തീറ്റയാണ്. ആംഗിൾ ബിറ്റ്വീൻ ദ കറന്റ് എലമെന്റ് ആൻഡ് ദ ലൈൻ. ഈ ലൈനും കറന്റ് എലമെന്റ് തമ്മിലുള്ള ആംഗിൾ തീറ്റയാണെങ്കിൽ ഈ P എന്ന് പറഞ്ഞ പോയിന്റിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് μ0/4π IdL sin θ/r² ആണ്. ഇതാണ് ബയോ-സാവർട്ട് ലോയുടെ എക്സ്പ്രഷൻ.
അപ്പോൾ ഇത് പഠിച്ചു വെക്കണം. ഇതിന്റെ ഡെഫിനിഷൻ ഇങ്ങനെയാണ് വരിക. അതായത് നിങ്ങൾ ബയോസാവട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഒരു കറണ്ട് ഒഴുകുന്ന എലമെന്റ് എടുക്കുക. DL ലെങ്ത് ആണ്. I എന്ന് പറഞ്ഞ കറണ്ട് ഇതിൽ കൂടി ഒഴുകി പോകുന്നുണ്ട്. ചെറിയൊരു നീളം എടുത്തു. ഇവിടുന്ന് R ഡിസ്റ്റൻസ് അകലെ ഒരു പോയിന്റ് എടുത്തു P. സോ ഇവർക്കിടയിലുള്ള ആംഗിൾ, ദ ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ, അത് തീറ്റയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ്, സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ആദ്യം ഇവിടുത്തെ കറണ്ടിന് പ്രൊപ്പോർഷണൽ ആണ്. അടുത്തത് ഇവിടുത്തെ കറണ്ട് എലമെന്റിന്റെ ഈ നീളത്തിന് പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ അവിടുത്തെ ആംഗിളിന്റെ സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ, എലമെന്റും ഇതാണ് എലമെന്റ് ആൻഡ് ദ ലൈൻ, ഇവർക്കിടയിലുള്ള ആംഗിൾ, അതിന്റെ സൈൻ എടുക്കുക, സൈൻ ഓഫ് ആംഗിൾ. ഇത് മൂന്നിനും പ്രൊപ്പോർഷണൽ ആണ്. പക്ഷെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പോയിന്റ് ആൻഡ് ദ എലമെന്റ്. എലമെന്റും പോയിന്റും തമ്മിലുള്ള അകലം, അതിന്റെ സ്ക്വയറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പൊ ഒന്ന് ഓർഡർ ആയിട്ട് എഴുതണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ് ആൻഡ് കറന്റ് എലമെന്റ് ആൻഡ് സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ the element and the line and inversely proportional to square of distance between them. ഇതാണ് ബയോസാവർട്ട് ലോ. സോ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെ എഴുതാ: മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഡ്യൂ ടു എലമെന്റ് ഓഫ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ, കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിന്റെ എലമെന്റ് കാരണം, ഓക്കെ, കറണ്ട് ഒഴുകുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്, അതിലെ ചെറിയൊരു എലമെന്റ് കാരണം ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെങ്ത് ഓഫ് കറണ്ട്, ഐക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ലെങ്ത് ഓഫ് എലമെന്റ്, DL ന് പ്രൊപ്പോർഷണൽ ആണ്. ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ, സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണൽ ആണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ഫ്രം ദ എലമെന്റ്, എലമെന്റും പോയിന്റും തമ്മിലുള്ള അകലം. ഈ നാലുണ്ട്. ഇങ്ങനെ തന്നെ എഴുതണം. മാഗ്നറ്റിക് ഫീൽഡ് എന്തിനൊക്കെ പ്രൊപ്പോർഷണൽ ആണ്. എന്നിട്ട് ഇതും കൂടെ എഴുതി വെക്കുക. ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റി ഈക്വൽ ടു കൊടുക്കുമ്പോൾ ഒരു കോൺസ്റ്റന്റ് വരും. μ0/4π എന്നാണ് ആ കോൺസ്റ്റന്റ്. സോ dB എന്ന് പറഞ്ഞാൽ μ0/4π IDL sin θ/r² ആണ് മാഗ്നറ്റിക് ഫീൽഡിന്റെ എക്സ്പ്രഷൻ. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബയോസാവർട്ട് എന്തായാലും പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കും. സോ പരീക്ഷയ്ക്ക് എവിടെയെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളോട് ബയോസാവർട്ട് ലോ എന്താന്ന് ചോദിച്ചാൽ ഉടൻ തന്നെ എന്ത് ചെയ്ത് വെക്കുക, സെന്റൻസ് ചെയ്ത് വെക്കുക. അപ്പൊ ഏറ്റവും ഷോർട്ടായിട്ട് എങ്ങനെ പറയാം? മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ്, ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ചോദിച്ചാൽ, സോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എനി പോയിന്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്, സ്ട്രെങ്ത് ഓഫ് കറന്റ് I ആൻഡ് ലെങ്ത് ഓഫ് എലമെന്റ് DL, അതിന്റെ നീളം, ആൻഡ് സൈൻ ഓഫ് ആംഗിൾ ബിറ്റ്വീൻ ദ എലമെന്റ് ആൻഡ് ദ ലൈൻ, then inversely proportional to square of distance between the line and the element, square of distance between the element and the point, elementum point Pയും തമ്മിലുള്ള ഡിസ്റ്റൻസ്. So dB is equal to μ0/4π IDL sin θ/r². ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇത് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇത്രയും നേരം എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ അത് എഴുതാം. ഇനി ബി ക്വസ്റ്റ്യൻ എന്താണ്? ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് ഓൺ ദ ആക്സിസ് ഓഫ് സർക്കുലർ കറണ്ട് ലൂപ്പ്. നിങ്ങൾ എവിടെയെങ്കിലും സർക്കുലർ കറണ്ട് ലൂപ്പ് എന്ന് കണ്ടു, സർക്കുലർ കറണ്ട് ലൂപ്പ് മാഗ്നറ്റിക് ഫീൽഡ് എന്ന് കണ്ടാൽ ഒരു ഡെറിവേഷൻ ആണ് അത്. 3 മാർക്കിന്റെ ഡെറിവേഷൻ ആണ്. കുറെ തവണകളായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ഡെറിവേഷൻ ആണ് അത്. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് ഇങ്ങനെ വരച്ചു വെക്കുക. ഇതിന്റെ റേഡിയസ് A ആണ്. അപ്പൊ ഈ റേഡിയസും A ആണ്. ഇവിടുന്ന് R ഡിസ്റ്റൻസ് അകലെ, ആക്സിസ് ഓഫ് എന്നാണ് പറയാ, ആക്സിസ് ഓഫ് എ സർക്കുലർ കറണ്ട് ലൂപ്പ്. സർക്കുലർ കറണ്ട് ലൂപ്പിന്റെ ആക്സിസിൽ ഒരു പോയിന്റ് എടുക്കുക P, ഇതിന്റെ അകലം R ആണ്. ഇനി നമ്മളൊരു കറന്റ് എലമെന്റ് എടുക്കുക. കറന്റ് ഒഴുകുന്നതിൽ കൂടെ ഇങ്ങനെ കറന്റ് ഒഴുകുന്നുണ്ട്. സോ കറന്റ് ഒഴുകുന്ന ഒരു എലമെന്റ് എടുത്തോ, ഇതാണ്, ഇതും 2 പീസ് എടുക്കുക. അവിടെ നിന്നുള്ള അകലം, പിയിലേക്കുള്ള അകലം നമ്മൾ എക്സ് എന്നാണ് കൊടുക്കണേ. കറന്റ് എലമെന്റും ആൻഡ് ദ ലൈനും, ഈ ലൈനും കറന്റ് എലമെന്റും തമ്മിൽ എക്സ് ഡിസ്റ്റൻസ് ആണ്. അതായത് പോയിന്റും കറന്റ് എലമെന്റും, ഇതാണ് കേട്ടോ DL. കറന്റ് എലമെന്റും പോയിന്റും തമ്മിലുള്ള അകലം എക്സ് ആണ് കേട്ടോ. ഇത്ര നമ്മൾ കൊടുത്തു. ഇനി ഇവിടെ വരുന്ന ആംഗിൾ തീറ്റയാണ്. ആ തീറ്റ 90 ഡിഗ്രി ആണ്. ഓക്കെ, കറന്റ് എലമെന്റും ലൈനും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിള് 90, തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആണ് വരിക. ഇനി ഇവിടെ നമ്മൾ ഫൈ എന്ന് പറഞ്ഞൊരു ആംഗിൾ മാർക്ക് ചെയ്യുന്നുണ്ട്.
ഇനി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഈ ചെറിയൊരു പീസ് കാരണം ഇവിടെ ഇങ്ങോട്ടേക്ക് ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഈ ചെറിയൊരു എലമെന്റ് കാരണം ഇങ്ങോട്ടേക്കും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുന്നുണ്ട്. ഡി ബി സ്മോൾ, നമ്മൾ ചെറിയ എലമെന്റ് എടുത്തത്, സ്മോൾ കറണ്ട് എലമെന്റ് എടുത്തത്, അപ്പൊ സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇത് കാരണം സ്മോൾ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇവിടെ നമ്മൾ ഇതിനെ ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്യും, ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വിടും. അപ്പൊ ഇതൊക്കെ വെട്ടിപ്പോയിട്ട് ഈ ഭാഗത്ത് ഉണ്ടാവുന്ന ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ കുറെ DB സൈൻ ഫൈകളായിരിക്കും. DB കോസ് ഫൈകളൊക്കെ വെട്ടിപ്പോകും. നിങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ ചെറുത് കാരണം ഇങ്ങോട്ടേക്ക് DB, ഈ ചെറുത് കാരണം ഇങ്ങോട്ടേക്കും DB. ഇത് നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ടൊക്കെ വിടുന്നുണ്ട്. എന്നിട്ട് ഇതൊക്കെ ക്യാൻസൽ ചെയ്ത് പോയിട്ട് മൊത്തത്തിൽ ഈ ഭാഗത്ത് P എന്ന് പറഞ്ഞ ഈ പോയിന്റിൽ ഉണ്ടാകുന്ന DBകൾ ആരാ? DB സൈൻ ഫൈ ആണ്. അപ്പൊ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രൽ DB സൈൻ ഫൈ ചെയ്താൽ മതി. അപ്പോ ഇതിപ്പോ നമ്മൾ രണ്ട് ചെറുതെടുക്കുമ്പോൾ 2 DB സൈൻ ഫൈകളാണ് വരിക. സോ മൊത്തത്തിൽ ഈ സർക്കുലർ കറണ്ട് ലൂപ്പ് എടുക്കുമ്പോൾ കുറെ DB സൈൻ ഫൈകളാണ് വരിക. അപ്പൊ ഇങ്ങനെ മനസ്സിലാക്കുക, ഒരു സർക്കുലർ കറണ്ട് ലൂപ്പ് ഇവിടെ എക്സ് ഇവിടെ എ ഇങ്ങനെ കൊടുത്തു. അപ്പോൾ ഈ രണ്ടാൾക്കാർ കാരണം ഇവിടെ DB സൈൻ ഫൈ ഉണ്ടാവും. സോ ടോട്ടലി നമ്മൾ ചോദിച്ചിട്ടുള്ളത് എക്സ്പ്രഷൻ ഫോർ മാഗ്നറ്റിക് ഫീൽഡ് എന്നാണ്, ബി. മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അത് B ആണ്. സോ B കണ്ടുപിടിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് ടോട്ടൽ B അല്ലെങ്കിൽ ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് ആണ് ചോദ്യം. സോ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണണമെന്നുണ്ടെങ്കിൽ ഇന്റഗ്രേഷൻ ചെയ്യണം. ആരെ? കുറെ DB സൈൻ ഫൈ ഉണ്ടാവും. സോ ടോട്ടൽ DB സൈൻ ഫൈ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നമ്മൾ കുറച്ച് ആൾക്കാരെ കണ്ടുപിടിച്ച് വെക്കാനായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ എക്സിന്റെ നീളം കണ്ടുപിടിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എയും ആറിന്റെയും സ്ക്വയർ കൂട്ടുക. A² + R² = 1/2 ആണ്. റൂട്ടിന് എഴുതും, റൂട്ടിന് പകരം 1/2 എന്ന് എഴുതിയാൽ മതി. അപ്പൊ എക്സ് കാണാൻ എന്താ ചെയ്യുക? ഈ എക്സ് കാണാൻ A² R² തമ്മിൽ കൂട്ടുക. കണ്ടോ? A² + R² = 1/2. ഇനി ഇവിടുന്ന് നമുക്ക് സൈൻ ഫൈ കണ്ടുപിടിക്കാം. സൈൻ ഫൈ, ഇതാണ് ഫൈ. സൈൻ എന്ന് പറഞ്ഞാൽ എന്താ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്, എതിർവശം ബൈ കർണം. അതായത് ഓപ്പോസിറ്റ് A/X ആണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ് എയും ഹൈപ്പോട്ടന്യൂസ് എക്സും ആണ്. സോ A/X ആണ് സൈൻ ഫൈ എന്ന് പറഞ്ഞ. അപ്പൊ സൈൻ തീറ്റ എന്താ? 90 ആണ്. തീറ്റ 90 ആണ്. ഇവിടെ തീറ്റ, ഇവിടെ ഫൈ. അപ്പൊ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ സൈൻ 90 ആണ്. അത് 1 ആയിട്ട് മാറും. ഇത് മൂന്നും ആദ്യം കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, അപ്പോ ഡയഗ്രാം നിർബന്ധമായിട്ടും വരയ്ക്കണം. അപ്പൊ നമ്മൾ ഡയഗ്രാം വരച്ചതൊന്നും കൂടി, ഇവിടെ ആകെ പരന്നില്ല. അപ്പോ ആ ഡയഗ്രാം വരച്ചത് ഞാൻ ഒന്നും കൂടി ഇവിടെ കാണിച്ചു തരാം. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്ത് നോക്ക്. ഒരു വട്ടം നമ്മൾ വരച്ചു. പിന്നെ ഇതാ ഇവിടുന്ന് ഇങ്ങോട്ട് വേഗം വരയ്ക്കുക. ഇവിടെ A, ഇവിടെ X, ഇവിടെ R, ഇവിടെ തീറ്റ, ഇവിടെ ഫൈ, DB സൈൻ ഫൈ 2 DB എന്നുണ്ടാവുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ചെറിയ കറണ്ട് എലമെന്റ്, ഇവിടെ കറണ്ട് എലമെന്റ് DL എന്ന് കൊടുത്ത സംഭവം കഴിഞ്ഞു. ഇതാണ് ഫിഗർ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തെന്ന്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ ഇന്റഗ്രൽ DB സൈൻ ഫൈ ആണ് നമുക്ക് ചെയ്യേണ്ടത്, അല്ലേ? അതെ. അപ്പൊ നമുക്ക് DB എവിടെ നിന്ന് കിട്ടും? ഈ DBയും സൈൻ ഫൈ ഒക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. DB എന്താന്ന് ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു തന്നു. DB എന്ന് പറഞ്ഞാൽ ബയോ-സാവർട്ട് ലോ പ്രകാരം DB ആരാ? μ0/4π IDL sin θ/r² ആണ്. നേരത്തെ നമ്മൾ എഴുതി വെച്ചു. ബയോ-സാവർട്ട് ലോ പ്രകാരം DB = μ0/4π IDL sin θ/r². അത് നമുക്ക് ഇട്ട് കൊടുക്കാം. സോ ഇന്റഗ്രൽ DBയുടെ അവിടെ എന്തിട്ട് കൊടുക്കാം? DBയുടെ പൊസിഷനിലെ μ0/4π ബയോ-സാവർട്ട് ലോടാ IDL sin θ/ ഇവിടെ R² അല്ല, ഇവിടുത്തെ അകലം X ആണ്. കണ്ടോ? X ആണ്. ഈ അകലാണ് വേണ്ടത്. X² എന്ന് കൊടുക്കുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സൈൻ തീറ്റ ഒക്കെ ഇട്ടു. അപ്പൊ ഇത് DB കിട്ടി. ഇതാണ് DB. ഇവിടെ സൈൻ ഫൈ ഉണ്ട് കേട്ടോ. ഇത് DBയുടെ ഇക്വേഷനാ. μ0/4π IDL sin θ/x². ഈ സൈൻ ഫൈ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് സൈൻ ഫൈ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പൊ ഇവിടെ ഇന്റഗ്രേഷന്റെ ഉള്ളില് μ0/4π ഉണ്ട്, IDL ഉണ്ട്,
സൈൻ തീറ്റ നമ്മൾ പറഞ്ഞു സൈൻ 90 ആണ്, അത് ആംഗിൾ 90 ആണ്, അത് 1 ആയി പോകും. അപ്പൊ സൈൻ തീറ്റ ഇനി എഴുതണ്ട, അത് 1 ആയി പോയി. താഴെ എക്സ് സ്ക്വയർ ഉണ്ട്. ഇനി സൈൻ ഫൈ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു, ഡയഗ്രത്തിൽ നമുക്ക് കിട്ടി. കണ്ടോ, സൈൻ തീറ്റ ഞാൻ എഴുതിയ സൈൻ 91 ആണ്. സൈൻ ഫൈ നമുക്ക് കിട്ടി എ ബൈ എക്സ് ആണ്. അതും കൂടി ഇട്ട് കൊടുത്തോ, സൈൻ ഫൈയുടെ അവിടെ എ ബൈ എക്സ് എന്ന് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ കിട്ടി. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു ഇന്റഗ്രേഷൻ്റെ ഉള്ളിൽ നിന്ന് കുറച്ച് ആൾക്കാരെ പുറത്തേക്ക് എടുക്കാം. μ0 4π IA എക്സ് സ്ക്വയർ എക്സ്, ഈ വട്ടട്ട ആൾക്കാരൊക്കെ പുറത്തേക്ക് എടുക്കുക. ഡി എല്ലിന് മാത്രം ഇനി ഇന്റഗ്രേഷൻ മതി. അപ്പൊ μ0/4π പുറത്തേക്ക് പോയി, ഐയും എയും പുറത്തേക്ക് പോയി, എക്സ് സ്ക്വയറും എക്സും കൂടി എക്സ് ക്യൂബ് പുറത്തേക്ക് പോയി. ഇന്റഗ്രൽ ഡി എൽ. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ അതിന്റെ ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കിൾ ആണ്. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ ചുറ്റുമുള്ള അളവ്. സോ എവിടെയെങ്കിലും ഇന്റഗ്രൽ ഡി എൽ ചോദിച്ചാൽ അത് 2πr ആണ്. ഇവിടെ റേഡിയസ് എ ആണ്. സോ 2πa. അത് പറഞ്ഞിരിക്കുക. എന്താണ് ഇന്റഗ്രൽ ഡി എൽ? ടോട്ടൽ ലെങ്ത് ഓഫ് ദ സർക്കിൾ, സർക്കിളിന്റെ ചുറ്റുമുള്ള അളവ് 2πa. എ എന്ന് പറഞ്ഞ റേഡിയസ് ആണ് 2πa. അതും കൂടി ഇവിടെ ഇട്ട് കൊടുത്താൽ കഴിഞ്ഞു. സോ μ0/4π IA എക്സ് ക്യൂബ് 2πa എന്നല്ല, അപ്പൊ 2πa കൊടുത്തോ. പൈ ക്യാൻസൽ, 2ഉം 4ഉം വെട്ടുമ്പോൾ ബാക്കി ഒരു 2 വരും. സോ മാഗ്നറ്റിക് ഫീൽഡ് ഈക്വൽ ടു μ0/2 ഐയും എയും കൂടി a²/x³ എന്നാവും. എക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം, നമ്മൾ എക്സ് നേരത്തെ കണ്ടുപിടിച്ചു. സോ μ0 IA² ഇൻറ്റു എക്സിന്റെ ക്യൂബ് കൊടുക്കണം. എക്സ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ടുപിടിച്ചു. എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? a² + r² 1/2. അപ്പൊ a² + r² 1/2. ഈ 1/2 3യും കൂടി 3/2 എന്ന് ഇട്ട് കൊടുത്താൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ ആയി. μ0/2 IA² എന്നിട്ട് a² + r² 3/2. ഇതാണ് ഇവിടുത്തെ എക്സ്പ്രഷൻ. 3യും 1/2 കൂടി 3/2 ആക്കുക. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഡയഗ്രാം വരയ്ക്കുക. എന്നിട്ട് അവിടുന്ന് ഇന്റഗ്രൽ ഡി എൽ 2πa ആണെന്ന് എഴുതുക. എക്സ് a² + r² 1/2 ആണ്. സൈൻ ഫൈ എന്ന് പറഞ്ഞാൽ a/x ആണ്. ഇനി സൈൻ തീറ്റ അത് 1 ആണ്. സൈൻ 90 ആയിട്ട് പോകും. db സൈൻ ഫൈ, db ഇട്ട് കൊടുക്കുക. സൈൻ ഫൈ ഇട്ട് കൊടുത്തു. ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ 2πa ആണ്. പൈ 2ഉം 4ഉം വിട്ടപ്പോൾ ബാക്കി 2 എന്ന് വന്നു. a² ആയി. പിന്നെ ഇവിടുന്ന് ഒരു എക്സ് ഇട്ട് കൊടുത്തു. 3യും 1/2 കൂടി 3/2 ആയി. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നന്നായി ചെയ്ത് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെറിവേഷൻ ആണിത്. എത്രയോ തവണകളായിട്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു ചോദ്യമാണിത്. ഒരിക്കലും നിങ്ങളിത് മിസ്സാക്കരുത്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ഡൈപോൾ ഇൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. അതായത് നമ്മളെ കയ്യിൽ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് നമ്മളെ കയ്യിലുണ്ട്. അപ്പൊ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. കണ്ടോ, ഇതേപോലെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ഇവിടെ ഉണ്ടാകുന്ന എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പൊട്ടൻഷ്യൽ എനർജിയാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ടോർക്ക് ഓർത്ത് വെക്കണം. അത് PE sin θ ആണ്. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിലെ ഒരു ഇലക്ട്രിക് ഡൈപോളൊക്കെ നമ്മൾ ഇങ്ങനെ കൊണ്ടുപോയി വെക്കും. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡെറിവേഷനിൽ പറഞ്ഞതാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് ഒരു ഇലക്ട്രിക് ഡൈപോൾ കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ അവിടെ ടോർക്ക് ഉണ്ടാവും. അത് PE sin θ ആണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ ചോദ്യം ടോർക്ക് അല്ല, എനർജിയാണ്. സോ എനർജി കാണാൻ പറഞ്ഞാൽ അപ്പോ ടോർക്ക് PE sin θ ആണ്. എനർജി, പൊട്ടൻഷ്യൽ എനർജിയാണ് ഇവിടുത്തെ ചോദ്യം. ഒരു ഡൈപോൾ എന്ന് പറഞ്ഞാൽ 2 equal but opposite charges, they are separated by a small distance 2a. ഈ സംഭവമാണ് എന്ത്? ഡൈപോൾ എന്താന്ന് പഠിച്ചു വെക്കുക. 2 equal, രണ്ട് ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജ്, അവർ തമ്മിലുള്ള അകലം 2a. സോ 2 equal but opposite charges, they are separated by a small distance ആണ് ഇലക്ട്രിക് ഡൈപോൾ. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് ഡൈപോൾ കൊണ്ടുപോയി വെച്ചു. അപ്പൊ അവിടെ ഉണ്ടാവുന്ന ടോർക്ക് PE sin θ ആണ്. ഇവിടുത്തെ ചോദ്യം ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി കാണാനാണ്. പൊട്ടൻഷ്യൽ എനർജി കാണണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. പൊട്ടൻഷ്യൽ എനർജി PE, അല്ലെങ്കിൽ നമുക്ക് എനർജി ഈക്വൽ ടു എന്ന് എഴുതിയാൽ നിങ്ങൾ മതി. ഇപ്പൊ നമ്മൾ ഇവിടെ എനർജി കണ്ടുപിടിക്കുകയാണ്. പൊട്ടൻഷ്യൽ എനർജി കാണണമെങ്കിൽ
നമ്മളിവിടെ ആദ്യം സ്മോൾ വർക്ക് കണ്ടുപിടിക്കണം. വർക്കാണ് കാണുക, വർക്കാണ് എനർജി സ്റ്റോർ ചെയ്യുക. അപ്പൊ വർക്ക് കാണാൻ ഇക്വേഷൻ ടോർക്ക് ഡി തീറ്റ ആണ് കേട്ടോ. അപ്പോ സ്മോൾ വർക്ക് കാണാൻ എന്താ ചെയ്യുക, അവിടുത്തെ ടോർക്ക് എന്താ, പി ഇ സൈൻ തീറ്റ. ഓക്കെ, സോ ടോർക്ക് ആരാണ്, പി ഇ സൈൻ തീറ്റ. ഇനി ആരും കൂടി ഉണ്ട്, ഡി തീറ്റ. സോ ടോട്ടൽ സ്മോൾ വർക്ക് ഇത്, അപ്പൊ ടോട്ടൽ വർക്ക് കാണാൻ ഇപ്പുറത്ത് ഇന്റഗ്രേറ്റ് ചെയ്യുക, പി ഇ സൈൻ തീറ്റ ഇൻറ്റു ഡി തീറ്റ എന്ന് കൊടുക്കുക. ഇവിടെ ഇന്റഗ്രൽ തീറ്റ 1 ടു തീറ്റ 2 ഉണ്ട്. സോ വർക്ക് ഈക്വൽ ടു പി ഇ പുറത്തേക്ക് എടുത്തിട്ട് സൈൻ തീറ്റയുടെ മാത്രമാണ് ഇന്റഗ്രേഷൻ വരിക. സൈൻ തീറ്റ ഡി തീറ്റ ഫ്രം തീറ്റ 1 മുതൽ തീറ്റ 2 വരെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആൻസർ വരെ ഇത്രയാണ്. പി ഇ സൈൻ തീറ്റയുടെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് തീറ്റയാണ്. സോ പി ഇ കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്ന് വരും. ഇതാണ് ഇവിടുത്തെ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിയുടെ എക്സ്പ്രഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്താ നമ്മൾ ചെയ്തത്, ആദ്യം ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നത് ഡിറൈവ് ആൻ എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ എനർജി എന്നാണ് ചോദ്യത്തിൽ ഉണ്ടായിരുന്നത്. പൊട്ടൻഷ്യൽ എനർജി കാണാൻ നമ്മൾ ആദ്യം ടോർക്കിന്റെ ഇക്വേഷൻ എഴുതി. ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിന്റെ ഉള്ളിലേക്ക് ഒരു ഡൈപോൾ കൊണ്ടുപോയി വെച്ചു. ഡൈപോൾ, ടു ഈക്വൽ ബട്ട് ഓപ്പോസിറ്റ് ചാർജസ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. അപ്പോൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഡൈപോൾ വെക്കുമ്പോൾ ടോർക്ക് ഉണ്ട്, പി ഇ സൈൻ തീറ്റ. ഇതിന്റെ ഡെറിവേഷൻ കഴിഞ്ഞ വീഡിയോയിലുണ്ട്, ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇവിടെ നമുക്ക് എനർജി ആണ് ചോദിച്ചിട്ടുള്ളത്. എനർജി കാണാൻ നമ്മൾ അപ്പോൾ വർക്ക് എനർജി, വർക്ക് കാണണം. വർക്ക് കാണാൻ ഇക്വേഷൻ ടോർക്ക് ഡി തീറ്റ. ടോർക്ക് ഇട്ട് കൊടുക്കുക, പി ഇ സൈൻ തീറ്റയാണ് ടോർക്ക്, ഡി തീറ്റ കൊടുക്കുക. ടോട്ടൽ കാണുമ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. സോ ഇന്റഗ്രൽ സൈൻ എന്നുള്ളത് കോസ് തീറ്റ 1 മൈനസ് കോസ് തീറ്റ 2 എന്നാവും. സിമ്പിൾ ആണ്, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ഒബ്റ്റെയിൻ ദ എക്സ്പ്രഷൻ ഫോർ effective capacitance of a capacitor, obtain the expression for effective capacitance when 3 capacitors are connected in series or parallel. ഒന്നെങ്കിൽ സീരീസ് ആവും ചോദിക്കുക, അല്ലെങ്കിൽ പാരലൽ ആവും. രണ്ടും നമ്മൾ പഠിച്ചു വെക്കണം. ഇത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. 3 മാർക്കിന് തന്നെയാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇപ്പോഴത്തെ ചോദ്യം എന്താ, 3 കപ്പാസിറ്റേഴ്സിനെ ഒന്നെങ്കിൽ സീരീസ് അല്ലെങ്കിൽ പാരലൽ ആക്കി കണക്ട് ചെയ്തു എന്നാ പറയണേ. അപ്പൊ സീരീസ് ആവും, ചിലപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചോദിക്കില്ല, രണ്ടും ചോദിക്കില്ല. അപ്പൊ നമുക്ക് ആദ്യം സീരീസ് ഒന്ന് പഠിക്കാം. സീരീസ് അപ്പൊ എങ്ങനെ ചോദിക്കാന്ന് മനസ്സിലായല്ലോ. ഡിറൈവ് എൻ എക്സ്പ്രഷൻ ഫോർ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് 3 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. നമുക്ക് ആദ്യം 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയി കണക്ട് ചെയ്യാം. C1, C2, C3. ഇത് നമുക്ക് 3നെയും ഒരു വോൾട്ടേജിലേക്ക് കണക്ട് ചെയ്യാം. ഫിഗർ നിർബന്ധമാണ്. 3 കപ്പാസിറ്റേഴ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കപ്പാസിറ്റേഴ്സ് സീരീസ് എന്ന് പറഞ്ഞ ഇങ്ങനെയാണ്. കപ്പാസിറ്റേഴ്സിനെ സീരീസ് ആയി കണക്ട് ചെയ്താൽ ഇതിൽ ഒഴുകുന്ന ചാർജ് സെയിം ആണ്. ഇത് എല്ലാത്തിലും കൂടി ഒരേ ചാർജാണ് ഒഴുകി 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 പോവുക. ഇവിടെ ക്യൂ, ഇവിടെ ക്യൂ, ഇവിടെ ക്യൂ, ഒരേ ചാർജാണ് ഒഴുകി പോവുക. അപ്പൊ ആരാ ഡിഫറെന്റ് ആവുക, വി ആണ് ഡിഫറെന്റ് ആവുക. ക്യൂവും വിയും, സി പിന്നെ ഓൾറെഡി ഡിഫറെന്റ് ആണ്, C1, C2, C3 ആണ്. അപ്പോ സീരീസ് ആണെങ്കിൽ ക്യൂ സെയിം ആണ്, ഒരേ ക്യൂ ആണ്. വി ഡിഫറെന്റ് ആയിരിക്കും, V1, V2, V3 എന്നാവും. ഡിഫറെന്റ് ആയിട്ടുള്ള ആളെ നമുക്ക് എടുക്കാം. അപ്പൊ ടോട്ടൽ വി കാണാൻ എല്ലാത്തിന്റെയും V2, V3 കൂട്ടിയാൽ മതി. വോൾട്ടേജ് കാണാൻ ഇക്വേഷൻ എന്താ, V ഈക്വൽ ടു Q ബൈ C എന്നാണ്. അപ്പൊ V1 എന്താവും, Q ബൈ C1. V2 എന്താവും, Q ബൈ C2. V3 എന്താവും, Q ബൈ C3. Q സെയിം ആണല്ലോ. എല്ലാ ക്യൂ അങ്ങോട്ട് വെട്ടിക്കളഞ്ഞാൽ 1 ബൈ C ഈക്വൽ ടു, അത് പുറത്തേക്ക് എടുത്തിട്ടാണ് വെട്ടിക്കളയുന്നത്, നിങ്ങൾ ഇങ്ങനെ എഴുതിയാലും മതി. സോ ഇതാണ് എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് 3 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. എഫക്റ്റീവ് കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ ടോട്ടൽ കപ്പാസിറ്റൻസ് ഓഫ് 3 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ സീരീസ്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതാണ് ഡെറിവേഷൻ. അപ്പൊ എന്താ മനസ്സിലാക്കേണ്ടത്, സീരീസ് എന്ന് പറഞ്ഞാൽ ഫിഗർ വരയ്ക്കുക. സീരീസ് ആണ്, നിങ്ങൾ ഒന്നും ആലോചിച്ചാൽ മതി, ഒരേ ചാർജാണ് എല്ലാത്തിലും പോവുക, ഒക്കെ നേരെ നേരെയല്ലേ. ഇതിൽ കൂടി പോയ ചാർജ് ഇതിൽ കൂടിയും പോകണം, ഇതിൽ കൂടിയും പോകണം. അപ്പൊ ആരാ ഡിഫറെന്റ്, വി. സോ ടോട്ടൽ വി, ഡിഫറെന്റ് ആയിട്ടുള്ള ആളെടുക്കുക. ടോട്ടൽ വി കാണാൻ V1, V2, V3 കൂട്ടുക. വി കാണാൻ ഇക്വേഷൻ പഠിച്ചു വെച്ചോ. V ഈക്വൽ ടു എന്താണ്, Q ബൈ C. Q വെട്ടിക്കളഞ്ഞാൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഓഫ് 3 കപ്പാസിറ്റേഴ്സ് വെൻ കണക്റ്റഡ് ഇൻ സീരീസിന്റെ ആൻസർ ആയി. ഇനി അതുപോലെ പാരലൽ ചോദിച്ചാലോ, derive an expression for effective capacitance of 3 capacitors
കണക്റ്റഡ് ഇൻ പാരലൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പാരലലിന്റെ ഡയഗ്രം ഒന്ന് ആദ്യം വരയ്ക്കണം. ഇങ്ങനെയാണ് പാരലലിന്റെ വരിക. ഓക്കെ, 3 കപ്പാസിറ്റേഴ്സ് കണക്റ്റഡ് ഇൻ പാരലൽ. ഇവിടെ നമ്മൾ ഒരു വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യണം. ഇതിന്റെ ഡയഗ്രം ഞാൻ വരച്ചപ്പോൾ ഒന്ന് ബോറായിട്ടുണ്ട്. ഇതാണ് സംഭവം. കപ്പാസിറ്റേഴ്സ് ഇൻ പാരലൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, 3 കപ്പാസിറ്റേഴ്സ് പറഞ്ഞാൽ ഇങ്ങനെ കണ്ടോ, 3 എണ്ണം കൂടി ഒറ്റ ഇതിലേക്ക് കണക്ട് ചെയ്യുക കേട്ടോ, താഴെ. അപ്പൊ ഇവിടെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഇത് C1, ഇത് C2, ഇത് C3 ആണ്. 3 കപ്പാസിറ്റേഴ്സ്. ഇതിൽ കൂടി വേറെ വേറെ ചാർജാണ് ഒഴുകുക. ഇതിൽ കൂടെ വേറെ, ഇതിൽ കൂടെ. അപ്പൊ Q ഡിഫറെന്റ് ആണ്. Q1, Q2, Q3. അപ്പൊ ഇവിടെ ആരാ ഡിഫറെന്റ്? Q ഡിഫറെന്റ് ആണ്. അപ്പൊ ആരായിരിക്കും സെയിം? V സെയിം ആയിരിക്കും. Qവും Vയും ആണ് നമ്മൾ നോക്കേണ്ടുള്ളൂ. അപ്പൊ സീരീസ് ആയപ്പോ Q സെയിം ആണ്, ഒരേ ചാർജ് ഒഴുകി. V ഡിഫറെന്റ് ആയി. ഇവിടെ എങ്ങനെയാണ്? V ഡിഫറെന്റ് ആണ്. സോറി നേരത്തെ പറഞ്ഞത് തന്നെ. Q സെയിം, സീരീസ് എന്ന് പറയുമ്പോൾ ഒരേ Q സെയിം, V ഡിഫറെന്റ്. ഇനി ഇവിടെ എന്താണ്? V സെയിമും Q ഡിഫറെന്റും ആണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ചാർജാണ് ഒഴുകുക. ഡിഫറെന്റ് ആയിട്ടുള്ള ആളെ നമുക്ക് എടുക്കാം. അതാരാ? Q ഡിഫറെന്റ്. ടോട്ടൽ Q കാണാൻ Q1 പ്ലസ് Q2 പ്ലസ് Q3. Q കാണാൻ ഇക്വേഷൻ CV, C1V, C2V, C3V. എല്ലാத்தைയും നമുക്ക് V പുറത്തേക്ക് എടുക്കാം. V പുറത്തേക്ക് എടുത്താൽ ബാക്കി C1, C2, C3 എന്നുള്ളൂ. വികൾ വെട്ടിപ്പോയി. ഒരേപോലത്തെ എല്ലാ വികളും വെട്ടിപ്പോയാൽ ടോട്ടൽ കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഈക്വൽ ടു C1 പ്ലസ് C2 പ്ലസ് C3 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ അപ്പം തന്നെ മനസ്സിലാക്കാം, ഓക്കെ, പല പല വഴികളാണ്. സോ പല ചാർജാണ് ഒഴുകുക. ചാർജ് എന്ന് പറഞ്ഞാൽ Q ഡിഫറെന്റ്. Q ആണ് ഇക്വേഷൻ CV. സോ Q1, Q2, Q3 മൂന്നും കൂട്ടുക, വികളൊക്കെ ക്യാൻസൽ ചെയ്യുക, V സെയിം ആണ്. നന്നായി ശ്രദ്ധിച്ചോളൂ, ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ചോദ്യം, എന്താണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? വാട്ട് ഈസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? റൈറ്റ് എനി 2 പ്രോപ്പർട്ടീസ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഡ്രോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ സിംഗിൾ പോയിന്റ് ചാർജ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ പൊട്ടൻഷ്യൽ, എല്ലായിടത്തും ഒരേ പൊട്ടൻഷ്യൽ ഉള്ളതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അത് അറിഞ്ഞിരിക്കണം. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് എന്ന് പറയുമ്പോൾ ദ സർഫസ് ഓവർ വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് സെയിം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആയിട്ടുള്ള സർഫസ് ആണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ദ സർഫസ് ഓവർ വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് സെയിം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ V ആണ്, അത് സെയിം ആയിട്ടുള്ള ആളാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. അടുത്ത ചോദ്യം, 2 പ്രോപ്പർട്ടീസ് ഏതാണ്? ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ 2 പ്രോപ്പർട്ടി ഏതാ? ഒന്ന്, ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഇസ് പെർപെൻഡിക്കുലർ ടു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിനെ പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ വരിക. സോ ഡയറക്ഷൻ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ. ഇനി ഇവിടെ വർക്ക് 0 ആണ്. ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണെങ്കിൽ ഇക്വിപൊട്ടൻഷ്യൽ സർഫസിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. നോ വർക്ക് ഈസ് ഡൺ ടു മൂവ് എ ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഒരു പോയിന്റിൽ നിന്ന് വേറെ പോയിന്റിലേക്ക് പോകണമെങ്കിൽ വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. 2 പ്രോപ്പർട്ടി ഇതാണ്. അപ്പൊ എന്താ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ്? ദ സർഫസ് ഓവർ വിച്ച് ഈക്വൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ദ സർഫസ് ഓവർ വിച്ച് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് സെയിം. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെയിം ആണ്. പിന്നെ ഇവിടെ എന്താണ്? ഡയറക്ഷൻ നമുക്ക് കിട്ടും. ഇലക്ട്രിക് ഫീൽഡിന്റെ വർക്ക് 0 ആണ്. ചിലപ്പോൾ എക്സാമ്പിൾ ചോദിക്കും. ഇക്വിപൊട്ടൻഷ്യൽ സർഫസിന്റെ എക്സാമ്പിൾ ചോദിച്ചാൽ 2 എണ്ണം പഠിച്ചോളൂ. സർഫസ് ഓഫ് എ ചാർജ്ഡ് കണ്ടക്ടർ. ചാർജ് ഉള്ള കണ്ടക്ടർ ഒരു ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഓൾ പോയിന്റ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് ചെയ്യുന്ന ഈക്വൽ ഡിസ്റ്റൻസ് അകലെയുള്ള എല്ലാ പോയിന്റുകളും ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ആണ്. 2 എക്സാമ്പിൾ പഠിച്ചു വെക്കുക. ഇനി ഇതിലൊരു ചോദ്യം, ഡ്രോ ദ ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ സിംഗിൾ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജ് എടുക്കുക പ്ലസ് Q, ഇതിന് ചുറ്റുമുള്ള ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് വരയ്ക്കാൻ. അപ്പൊ ഒന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു വട്ടം കൊടുക്കുക. സ്ഫെരിക്കലാണ് അതിന്റെ ഷേപ്പ് വരിക. ഇതാ ഇങ്ങനെ ഈക്വൽ ഡിസ്റ്റൻസ്, ഒരേ പൊട്ടൻഷ്യൽ, ഇങ്ങനെയാണ് നിങ്ങൾ കൊടുക്കേണ്ടത് കേട്ടോ. ഇതാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ പോയിന്റ് ചാർജ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫസ് ഓഫ് എ പോയിന്റ് ചാർജ്. ഓക്കെ, അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പൊ അതാണ് ആ ഒരു ചോദ്യം. ഇനി നിങ്ങൾക്ക് ഗോസസ് തിയറം നിർബന്ധമായിട്ടും പഠിക്കണം. ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ഗോസസ് തിയറം
അതുപോലെ ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ അതിന്റെ കൂടെ ഒന്ന് പറഞ്ഞു വരികയാണ്. ഫസ്റ്റ് ചാപ്റ്ററിലെ ഗോസസ് ലോ മസ്റ്റ് ആയിട്ടും പഠിക്കുക, ഉറപ്പുള്ള ചോദ്യമാണത്. ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫൈ ആണ്. ഇ ഡോട്ട് ഡി എസ് ആണ്. ഇന്റഗ്രൽ ഇ ഡോട്ട് ഡി എസ് എന്ന് പറഞ്ഞാൽ മതി. ഇ ഡോട്ട് ഡി എസ് ആണ് എന്ത്? ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഇക്വേഷൻ. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനേഷൻ പരീക്ഷയ്ക്ക് ചിലപ്പോൾ ചോദിക്കാം. ഇലക്ട്രിക് ഫ്ലക്സിന്റെ ഡെഫിനേഷൻ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാസിംഗ് ത്രൂ എ സർഫസ്. നമ്പർ ഓഫ് എത്രത്തോളം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പാസ് ചെയ്തു. നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാസിംഗ് നോർമൽ ടു എ സർഫസ് ഓഫ് ഏരിയ. ആ സർഫസിന്റെ ഏരിയ ആണ് എ എന്ന് കൊടുത്തു. അപ്പൊ ഒരു സർഫസിന്റെ ഏരിയ എ ആണ്, ഇലക്ട്രിക് ഫീൽഡ് ഇയു ആണെങ്കിൽ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇ ഡോട്ട് എ തന്നെയാണ് ഡി എസ് ഇലക്ട്രിക് ഫ്ലക്സ് കേട്ടോ. അപ്പൊ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ കുറെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടു. ഈക്വി പൊട്ടൻഷ്യൽ സർഫസ്, കപ്പാസിറ്റേഴ്സ് എന്നൊരു ചോദ്യം കണ്ടു, പിന്നെ പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഭാഗം നമ്മൾ കണ്ടു, പിന്നെ ബയോ സാവർട്ട് ലോ അതിന്റെ ഡെറിവേഷൻ നമ്മൾ പഠിച്ചു, പിന്നെ ചോദ്യം കൂടി നമ്മൾ കണ്ടല്ലോ. ഇതൊക്കെ നമ്മൾ കണ്ട ചോദ്യങ്ങൾ. എല്ലാവർക്കും ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.